ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് വ്ലോഗിലെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായി കാണും നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന്. അതെ, നമ്മൾ ഗ്രിൻഡൽവാൾഡിലാണുള്ളത്. നമ്മളിവിടെ നിന്ന് ജങ്ക്ഫറോയിലേക്ക് പോകാനുള്ള ഈഗർ എക്സ്പ്രസ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ആ ടിക്കറ്റ് നമ്മളിവിടെ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിൽ വന്ന് കൺഫേം ചെയ്ത് നമ്മുടെ വണ്ടിയുടെ പാർക്കിങ്ങും ഒക്കെ അവിടെ പേ ചെയ്ത് നമ്മളിവിടെ ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഈ ഗ്രിൻഡൽവാൾഡിൽ കാണുന്ന പർവ്വതനിരയ്ക്ക് പറയുന്നത് ഈഗർ പർവ്വതം എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള ട്രെയിനിന് ഈഗർ എക്സ്പ്രസ് എന്ന് പേര് വന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഈഗർ എക്സ്പ്രസ് ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ കുറച്ചധികം പാസഞ്ചേഴ്സും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ബോർഡ് ചെയ്യാൻ പോവാണ്. ജങ്ക്ഫറോയിലേക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രിൻഡൽവാൾഡിൽ ഈ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീസണൊക്കെ ആണെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ഈ സെയിം ടിക്കറ്റ് നിങ്ങൾക്ക് ട്രെയിനിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കേബിൾ കാറിൽ ഉപയോഗിക്കാം. ഇപ്പം വൺ വേ ട്രെയിനിന് മൗണ്ടൻ റെയിലിന് പോയിട്ട് തിരിച്ച് കേബിൾ കാറിന് വേണമെങ്കിൽ അങ്ങനെ വരാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈഗർ പർവ്വതമാണ് ആ സൈഡിൽ കാണുന്നത്. എന്താ ഒരു ഭംഗിയല്ലേ. അങ്ങനെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടു. മൗണ്ടൻ റെയില് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽ പാതയൊക്കെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുവാണ്. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ട്രെക്കിങ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ചിലരൊക്കെ മുകളിലേക്ക് ട്രെക്കിങ് ചെയ്താണ് പോകുന്നത്. നമ്മൾ മുകളിലേക്ക് നീങ്ങും തോറും മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരുവാണ്. മഞ്ഞിനെ കീറി മുറിച്ചാണ് നമ്മുടെ ട്രെയിൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഉയരത്തിൽ ഇത്രയും മഞ്ഞിൻ്റെ ഇടയിലും നിങ്ങൾക്ക് നല്ലൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നിന്ന് പശുക്കൾ പുല്ല് മേയുന്ന കാഴ്ചയാണ്. ഇത്രയും മുകളിൽ വരെ അവർ വരുന്നുണ്ട്. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും പശുക്കളാണ്. അവരുടെ മണിനാദവും ഒക്കെ കേൾക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മണിയൊച്ച കേൾക്കാം. അവരുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ വലിയ മണിയില്ലേ, അതിൻ്റെ ഒച്ച കേൾക്കണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ. നല്ല രസമല്ലേ ആ ഒച്ച കേൾക്കാനായിട്ട്. നമുക്ക് കാണത്തില്ല ശരിക്കും പശുക്കൾ നിൽക്കുന്നത്, പക്ഷേ ഈ ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഐഗർ ഗ്ലേഷ്യർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഐഗർ ഗ്ലേഷ്യറിൽ നിന്നും നമ്മൾ അടുത്ത ജങ്ക്ഫറോ റെയിൽവേ പിടിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. നമ്മൾ ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2320 മീറ്റർ ഉയരെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ഫോഗാണ്. നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ദൂരേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ അത്രയും പൊക്കത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ ഫോഗാണ് ഇവിടെ. വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. കുറച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു ഗ്രൂപ്പ് ജങ്ക്ഫറോ കാണാൻ പോകുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പ്രായമായ അച്ഛനമ്മമാർ അവരിങ്ങനെ വീട്ടിലിരുന്ന് സമയം കളയാതെ ജങ്ക്ഫറോ കാണാൻ വന്നല്ലോ. ആ ഒരു സ്പിരിറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത ട്രെയിൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ദേ മഞ്ഞിനെ കീറി മുറിച്ച് നമ്മുടെ ജങ്ക്ഫറോ റെയിൽ വരുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ജങ്ക്ഫറോയിലേക്ക് കേബിൾ കാർ പിടിച്ചു പോകാം. പക്ഷെ നമ്മൾ ഇവിടെ നിന്നും കണക്ഷൻ ട്രെയിൻ തന്നെയാണ് എടുത്തത്.
കണ്ടില്ലേ, നമ്മൾ പർവ്വതത്തിന്റെ മുകളിൽ കൂടി ഇപ്പൊ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മൾ ഒരാളിന് ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് 193 പൗണ്ട്സ് ആണ് ആയേക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടിക്കറ്റ് ആയിരുന്നു, പക്ഷെ അത് റിയലി വർത്താണ്. സ്വിറ്റ്സർലൻഡ് പോകുന്നവരാരും ജംഗ് ഫറോ മിസ് ചെയ്യരുത്. ഇത് തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് ട്രെയിനകത്തൊരു TV സ്ക്രീൻ ഉണ്ട്. അതിൽ കൂടെ നമ്മുടെ മൗണ്ടൻ റെയിലിൻ്റെ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജംഗ് ഫറോ ചെന്ന് കഴിഞ്ഞാലുള്ള കാഴ്ചകൾ, എന്തൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ സ്ക്രീനിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, മൗണ്ടൻ കണ്ടോ? നമ്മൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടിയാണ്, ആൽപ്സ് പർവ്വതനിരകളാണ്, ഇതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത്രയും ഉയരത്തിൽ ഈ റെയിൽവേ ഒക്കെ സ്ഥാപിച്ച മനുഷ്യരുടെ എന്താണ് മാൻ പവർ, അവരുടെ ആ ഒരു എഫേർട്ട് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര നാളത്തെ കഷ്ടപ്പാടായിരുന്നിരിക്കും അല്ലേ ഇത്രയും വലിയൊരു റെയിലൊക്കെ ഇവിടെ സ്ഥാപിച്ചത്. അപ്പം അങ്ങനെ കുറേ പേരുടെ കഷ്ടപ്പാട് കൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ ടോപ്പിൽ പോയി ഈ ഐസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിന് അതൊരു വലിയ ടൂറിസം തന്നെയാണ് ഈ ഒരു മൗണ്ടൻ റെയിലും ഈ ജംഗ് ഫറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ചേച്ചി ഈ TV-യിൽ കൂടെ ജംഗ് ഫറോയുടെ കാഴ്ചകൾ ഇങ്ങനെ കാണുവാണ്. നമ്മുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആൽപ്സ് പർവ്വതം കാണിക്കുന്നുണ്ട്, ഇനി എത്ര സ്റ്റോപ്പ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജംഗ് ഫറോ എത്തുന്നതിന് മുമ്പ് 2-3 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രെക്കിംഗ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റും, ജംഗ് ഫറോയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ട്രെക്കിങ്ങിനൊന്നും മുതിർന്നില്ല. നമ്മൾ ട്രെയിനിൽ തന്നെയാണ് ജംഗ് ഫറോ വരെയും പോകുന്നത്. നമ്മുടെ ആ പാത്ത്, ട്രെയിൻ പോകുന്ന പാത്താണ് കാണിക്കുന്നത് ആ TV സ്ക്രീനിൽ കൂടെ. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയും 3.7 കിലോമീറ്റർ ഉണ്ട്. 11 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. കണ്ടോ, സ്കീയിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ വീഡിയോ അതിനകത്ത് കാണുന്നുണ്ട്. ഇതാണ് ജംഗ് ഫറോയുടെ ഒരു സെനിക് ബ്യൂട്ടി. ഇത് നമ്മുടെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ്. അവിടെ സ്ഫീനിക്സ് ഒബ്സർവേറ്ററി സെൻറ്ററിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആൽപൈൻ സെൻസേഷൻ ഡിസ്കവറി ടൂർ ഉണ്ട്. അതായത് ഐസ് സ്കൾപ്ചറും ഒക്കെ ആയിട്ട് ഒരു ഐസ് മ്യൂസിയം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ പല നേഷൻ്റെയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. അതുപോലെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട് ഈ സ്ഫീനിക്സ് ഒബ്സർവേറ്ററി സെൻറ്ററിനകത്ത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൗണ്ടൻ റെയിലിൻ്റെ ഹിസ്റ്ററിയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ട്രെയിനും ഇപ്പം എന്ത് ഭംഗിയായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. എനിക്കിപ്പോൾ ട്രെയിനിനകത്ത് നിന്നുള്ള കാഴ്ചകൾ ഇത്രയും ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത്. സ്ഫീനിക്സ് ഒബ്സർവേറ്ററി സെൻറ്ററിലെ ഐസ് ഗുഹകളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടത്. പിന്നെ അവിടുത്തെ വാച്ച് ഗാലറി, അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്തിയിരിക്കുകയാണ്. സ്ഫീനിക്സ് ഒബ്സർവേറ്ററി സെൻറ്ററിനുള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ സ്നോ നൈഫ് ഡിസ്പ്ലേ വെച്ചേക്കുന്നുണ്ട്, നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് പണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം സ്നോ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നൈഫാണ്. സ്നോ കട്ട് ചെയ്ത് അവർ ഇഗ്ലൂ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ നൈഫ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡ് മണി കണ്ടില്ലേ, നമ്മുടെ പശുക്കളുടെ മണി. അപ്പം ഞങ്ങളൊരു മണി മേടിച്ചായിരുന്നു, സ്വിറ്റ്സർലൻഡ് മണി. എന്താ ഒരു ഭംഗി നോക്കിക്കേ. ഇതിലും
കറുത്ത മണിയാണ് ഇവിടുത്തെ പശുക്കൾ കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പം നമ്മൾ ആൽപൈൻ സെൻസേഷൻ ഡിസ്കവറി ടൂറും അതുപോലെ തന്നെ ഐസ് പാലസും ഒക്കെ കാണാൻ പോവാണ്. ഒരു ഗുഹ പോലത്തെ വഴി കൂടെ, ഒരു തുരങ്കത്തിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് നമുക്ക്. ഐസ് പാലസിനകത്തിനുള്ളിൽ ഐസ് സ്കൾപ്ചേഴ്സും ടണൽസും ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ ഈ ആൽപൈൻ സെൻസേഷൻ ഡിസ്കവറി ടൂറിൽ ഇവിടുത്തെ ആൽപ്സ് മലകളും അവിടുത്തെ മൗണ്ടൻ റെയിൽവേ ഒക്കെയാണ് കാണിക്കുന്നത്. എനിവേ നമ്മൾ ഐസ് പാലസ് കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. അതിന് പകരം ഡയറക്റ്റ് ഐസ് തന്നെ കാണിക്കുവാണ്. ഇതാണ് ജംഗ്ഫറോ. നമ്മളിപ്പോൾ സ്ഫിനിക്സ് ഒബ്സർവേറ്ററി സെൻറ്ററിൻ്റെ പുറത്ത് വന്ന് റിയൽ ഐസിൽ എത്തിയിരിക്കുവാണ്. ശരിക്കുള്ള ഐസ് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളിത് നേരിട്ട് കാണിക്കാനും വേണ്ടിയിട്ട്. എന്താ ഒരു ഭംഗി നോക്കൂ. എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളാണേലും അതുപോലെ തന്നെ വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്നോ ഇവിടെ വന്നത് കാണാൻ പറ്റുമെന്നോ. ഇത്രയും നാൾ ടി വിയിൽ മാത്രമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ കുറേ നാളത്തെ ആഗ്രഹ സബലീകരണമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ഫിനിക്സ് ഒബ്സർവേറ്ററിയുടെ മുകളിലത്തെ ഡോമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ സ്ഫിനിക്സ് ഒബ്സർവേറ്ററി 2 ഫേമസ് മൂവീസിൽ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ദ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന മൂവി, രണ്ടാമത്തേത് ദ ഹീറോ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ ആൻഡ് ക്രിഷ് 3 എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ ഈ ഒബ്സർവേറ്ററി സെൻറ്റർ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഫറോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജംഗ്ഫറോ ഇത് ആൽപ്സ് പർവ്വതനിരകളുടെ ഏറ്റവും ടോപ്പിലാണ്. ഇതിനെ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 3475 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുഴുവൻ ഐസ് മൂടിക്കിടക്കുന്ന പർവ്വതനിരയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഐസ് സ്കീയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കണ്ടതാണ്, ട്രെക്കിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ അങ്ങനെ ട്രെക്കിങ് ചെയ്തൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് എത്താം. ട്രെയിനിലും കേബിൾ കാറിലും തന്നെ വരണം എന്നില്ല. അപ്പം അങ്ങനെയും വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്വിറ്റ്സർലൻഡ് വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഇവിടെ ഈ ഐസ് വാരി കളിക്കാനും ഈ ഐസിൽ വന്ന് കിടക്കുന്നവരുണ്ട്, കിടന്ന് പിക്ചർ എടുക്കുന്നവരുണ്ട്. എല്ലാവരും തന്നെ വീഡിയോ ചെയ്യുന്നു, പിക്ചർ എടുക്കുന്നു. അങ്ങനെ ഒരു വൈബിലാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരു കയറ് കൊണ്ടിങ്ങനെ കെട്ടിയിട്ടേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഡേഞ്ചർ പോയിന്റ് എന്നാണ് അവരിവിടെ വെച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും ഉയരത്തിലല്ലേ നിൽക്കുന്നത്, ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴേക്ക് പോവും. പക്ഷെ ആരും തന്നെ ആ കയറൊന്നും ക്രോസ് ചെയ്ത് പോകാറില്ല കേട്ടോ. ഇപ്പം കുറച്ച് ഫോഗി ആയിട്ടുണ്ട് ഈ സമയത്ത്. അതാണ് ഒരു മൂടൽ പോലെ കാണുന്നത്. പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ നല്ല വെയിലും ഉണ്ട് ഇടയ്ക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ സഹിക്കാൻ വയ്യാത്തൊരു തണുപ്പൊന്നും ഇതിൻ്റെ മണ്ടയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. വെയിലിൻ്റെ ഒരു ചൂടുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ തന്നെയും ഈ ഐസ് ഒന്നും ഉരുകുന്നുമില്ല. അതാണ് ഒരു അത്ഭുതം. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ചിലർക്ക് മൗണ്ടൻ സിക്നസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമാണെന്നുള്ളവർ ഡോക്ടറിനെ നേരത്തെ തന്നെ കൺസൾട്ട് ചെയ്ത് അത് അവോയ്ഡ് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് വേണം, അതൊക്കെ കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൗണ്ടൻ സിക്നസ് ആയിക്കഴിഞ്ഞാൽ അടുത്ത മാർഗം എന്ന് പറയുന്നത്. അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഐസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ സമ്മർ മന്തിലും ഇവിടെ ഐസ് ഉരുകി പോകാത്തത്. നിങ്ങൾ നന്നായിട്ട് ഈ ഐസ് എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ഐസ് നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒബ്സർവേറ്ററി സെൻറ്ററിൻ്റെ അകത്തുള്ള ഐസ് പാലസ് ഞാൻ എന്താണേലും ഒഴിവാക്കുവാണ്.
എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ജംഗ് ഫറോ എന്ന് എഴുതിയേക്കുന്നിടത്തൊക്കെ വന്ന് നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട്. നിങ്ങൾ ഈ വീഡിയോ കഴിവതും സ്മാർട്ട് ടി വി ഉള്ളവരാണെങ്കിൽ സ്മാർട്ട് ടി വിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇതെന്ന് തന്നെയല്ല, സ്വിറ്റ്സർലൻഡ് വ്ളോഗിൻ്റെ എല്ലാ എപ്പിസോഡും ഒരു സ്മാർട്ട് ടി വിയിൽ കാണാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുള്ള്. നമ്മളിപ്പോൾ ഈ ഐസിൻ്റെ മുകളിൽ കളിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുവാണ്. ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ആർക്കും താഴെ പോയി ലഞ്ചൊന്നും കഴിക്കേണ്ട, ആർക്കും വിശപ്പുമില്ല ദാഹവും ഇല്ല. എല്ലാവരും തന്നെ ഇങ്ങനെ ഐസ് വാരി എറിഞ്ഞും ഐസ് കളിച്ചും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഇങ്ങനെ നടക്കുവാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിർത്തി താഴേക്ക് പോയി ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടയേർഡാവും. കാരണം അതുപോലെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ഷീണം ഒന്നും അറിയുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് നാളെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ടിക്കറ്റ് അത്രയ്ക്ക് എക്സ്പെൻസീവാണ്. ഞങ്ങളെ 5 പേരുടെ ടിക്കറ്റ് ഏകദേശം 1000 പൗണ്ടിന് അടുപ്പിച്ചായി. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല നാളെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവുക. മാക്സിമം ടയേർഡാകുന്നവരെ ഇവിടെ മഞ്ഞ് കളിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇങ്ങനെ കറങ്ങി നടന്ന് മഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലച്ചു ഇങ്ങനെ എല്ലാവരെയും ഐസൊക്കെ വാരി എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഐസ് വാരി എറിയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യാമറയ്ക്ക് ഇട്ട് എറിയുന്നുണ്ട് അവൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ മറ്റൊരു മനോഹരമായ സ്വിറ്റ്സർലൻഡ് വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.